ഹലോ നമസ്കാരം, രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ കഥയൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് 15/7/26 കഥയാണ് കേട്ടോ. അപ്പോൾ കഥയിൽ വരുന്നത് നമ്മുടെ അരവിന്ദൻ്റെ പെട്ടി തിരയാണ്. പെട്ടിയിൽ ഒരു മാലയുണ്ട്, അരവിന്ദൻ ഇട്ടുണ്ടായിരുന്ന ഒരു മാലയാണ്. അപ്പോൾ അത് തിരയാണ് ശാരദയും കാവേരിയും കൂടി ഇരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇത് തിരയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ കിട്ടുന്നുണ്ട് കാവേരിക്ക്. അപ്പോൾ അമ്മ ഇതെന്താ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ അത് അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഫോണാണ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ അത് പറയാതിരുന്നത് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഓരോ ഫോണുണ്ടല്ലോ, പിന്നെ അത് അവിടെ നാശാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചതാണ് അറിയും. എന്നാൽ അമ്മ എന്നോട് പറയാതിരുന്നത് ശരിയായില്ല അറിയും. എന്തിനാ അത് നിനക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവൾ നോക്കും, ഓണാക്കുമ്പോൾ അത് ഓണാവുന്നു. അപ്പോൾ അമ്മ ഇത് ചാർജ് ഉണ്ടല്ലോ ഇതിലെന്ന് പറയും. ഞാൻ അതൊക്കെ എടുത്ത് ചാർജ് ചെയ്ത് വെക്കും. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ എൻ്റെ ഫോട്ടോയാണ് ആദ്യം കാണുന്നത്, പിന്നെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഉണ്ട് അതിലെന്നറിയാം. അപ്പോൾ അവർ കാവേരി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരിരുന്നിങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ. ആരും ഇല്ലാതെ പോയില്ലേ, നമുക്ക് അരവിന്ദേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പേടി ഉണ്ടായിരുന്നില്ല. എനിക്കിനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു ആ മനുഷ്യൻ, പക്ഷേ ഒരു സന്തോഷം അറിയാതെ പോയില്ലേ എന്നൊക്കെ പറയാണ്. ഇത് ഒന്നിൻ്റെ മുകളിലൊന്ന് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഫോൺ എടുത്തവളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെയും ശാരദ ഇത് തിരയാണ്. പെട്ടി തിരയുമ്പോഴാണ് ഇയാളുടെ മാല കിട്ടുന്നുണ്ട്. ഈ മാല ഒളിച്ചിരിക്കുകയായിരുന്നില്ല ഇത്രയും നേരം എന്നെ കൊണ്ട് തിരയിക്കാൻ എന്ന് പറയും. അപ്പോൾ പറയും, അമ്മേ അത് അമ്മ പൊട്ടാതെ എടുത്ത് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും നമ്മളത് മാറ്റി വെച്ചില്ലേ, ഇനിയിപ്പോൾ അത് എടുക്കേണ്ട ആവശ്യം വയ്ക്കുമ്പോൾ വേണം, അവളുടെ അച്ഛൻ്റെ മുതലല്ലേ അത്, ഇനി അതും കൊണ്ട് അവൾക്ക് ട്രീറ്റ്മെൻറ്റിന് എത്ര ആവുമെന്നറിയില്ലല്ലോ, നമുക്കത് കൊടുത്തിട്ടാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നറിയാം. അപ്പോൾ വേണ്ട, വേറെ എന്തെങ്കിലും വഴി നോക്കാം, നമുക്കിതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഗംഗയും കാവേരിയും കൂടി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നീ എന്താ ആലോചിക്കുന്നത് മോളെ, നിൻ്റെ മനസ്സിൽ എന്താ പറയുമ്പോൾ ഒന്നുമില്ല, നമ്മളുടെ മുതൽ മുഴുവനെ പിന്നെ ജയബാലൻ കൊണ്ടുപോയില്ലേ, നമ്മളെ തോട്ടം നമുക്ക് വേണ്ടി അച്ഛൻ സമ്പാദിച്ച് വെച്ചത് അത് മുഴുവൻ അയാൾ കൊണ്ടുപോയില്ലേ, അത് തിരിച്ച് പിടിക്കേണ്ടിയിരിക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മളതിന് പോയിട്ട് കാര്യമുണ്ടോ, കാരണം അതിൻ്റെ ഭൂമി പൂജയ്ക്ക് നമ്മൾ പോയിട്ട് അതും കൂടെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട് ജയബാലൻ, അതെ ഞാൻ അരവിന്ദനെ ചതിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം നേടിയെടുത്തത്, നിങ്ങൾക്ക് കേസ് കൊടുക്കുക, നിങ്ങൾ എവിടെ പോയി സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുക്കുക, തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ, ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക. അയാളിങ്ങനെ തോട്ടത്തിൽ നിന്ന് വിളിച്ചത് ഇവളിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നമ്മളുടെ കാവേരി. അപ്പോൾ പറയും, ഞാനങ്ങനെ വിടില്ല, അയാളങ്ങനെ വെറുതെ വിടാൻ പോണില്ല ഞാനെന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വിനീത് അങ്ങോട്ട് വരിക. അപ്പോൾ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ. അപ്പോൾ പറയും, നമുക്ക് പിന്നെ നീളമോളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ, അതിൻ്റെ കാശിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്, 10 ലക്ഷം വേണം, അതും പുഷ്പവാടിയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഇല്ല, അതിന് തിരുവനന്തപുരത്ത് തന്നെ പോവുകയും ചെയ്യണം. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. പറയും, ഒന്നും ചെയ്യണ്ട, അവളുടെ അച്ഛൻ്റെ പൈസ കൊണ്ട് തന്നെ അവളുടെ ഹൃദയം തുടിക്കണം, അത് അവൾ അറിയണം, അതിന് വേണ്ട നടപടികൾ നമ്മൾക്ക് നോക്കണം എന്ന് പറയാണ്. അങ്ങനെ അപ്പോൾ നീ ഇനി എന്താ ചെയ്യാൻ പോണത് ചോദിക്കുകയാണ് ഗംഗ. അപ്പോൾ പറയും, ചേച്ചിയല്ലേ എന്നോട് പറഞ്ഞത് ആ തോട്ടത്തിൻ്റെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ നിൽക്കാമെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അതെ അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തെളിവാണ് വേണ്ടത്, തെളിവില്ലല്ലോ പറയും. തെളിവുണ്ടല്ലോ ചേച്ചി എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ശിവരാമൻ, അതായത് തോട്ടം പണിയെടുക്കുന്ന ആളാണ്, പണിക്കാരനാണ് ശിവരാമൻ. അയാൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാവേരി സ്കൂട്ടറും കൊണ്ട് ചെന്ന് സ്കൂട്ടർ ഒതുക്കി വെച്ചിട്ട് ഇയാളടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഇയാളൊരു കുടയും പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. കാവേരി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പിന്നെ ഇവൾ വിളിക്കുകയാണ്, ശിവരാമേട്ട എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പറയും, കുഞ്ഞെന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയൊന്നുമില്ല, ഇവിടെ ജയബാലൻ സാർ ഇവിടെ ഇല്ല, കുഞ്ഞിവിടെ വന്നിട്ട് കാര്യമില്ല, അയാളെ കാണാൻ പറ്റില്ല, അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇവളെടുത്ത വഴിക്ക് പറയും, ഞാൻ ജയബാലനെ കാണാനല്ലല്ലോ വന്നത്, ഞാൻ ശിവരാമേട്ടനെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. എന്നെ കണ്ടിട്ട് എന്താ കാര്യം, എൻ്റെ അടുത്തൊന്നും കിട്ടില്ല, എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നാൽ കുഞ്ഞിനെ കേൾക്കേണ്ട ഒന്നും കേൾക്കില്ല, എൻ്റെ അടുത്തൊന്നും കിട്ടില്ല, കാരണം എല്ലാവരും പറയും ജയബാലിൻ്റെ പിന്നെ കാവൽപ്പട്ടിയാണ് ഞാൻ എന്നുള്ളത്. ശരിയാണ്, ഞാൻ ജയബാലിൻ്റെ കാവൽപ്പട്ടി തന്നെയാണ്. അത് പക്ഷേ പട്ടികൾക്കും എന്താണ് ഒരു നന്ദിയുള്ള വർഗ്ഗമാണ് പട്ടി, അതുകൊണ്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട് മോൾക്കൊരു ഒന്നും കിട്ടാൻ പോണില്ല എന്ന് പറയും. അതിന് ഞാൻ പോട്ടെ എന്നിട്ട് അയാൾ അങ്ങനെ പോവുകയാണ്. പോണ സമയത്ത് നമ്മൾ കാവേരി എന്ത് ചെയ്യും, അവളെ അച്ഛൻ്റെ ഫോൺ, ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് ശിവരാമ എന്ന് വിളിക്കുന്ന ശബ്ദമാണ് പെട്ടെന്ന് കേൾക്കുക. കാരണം അരവിന്ദൻ ശിവരാമ എന്ന് വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ.
അത് ഇയാൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ, അതായത് അരവിന്ദൻ ഗൾഫിൽ നിന്ന് വാട്സപ്പിൽ ജയബാലന് അയച്ച മെസ്സേജാണത്. ആ മെസ്സേജിൽ ഇങ്ങനെ ശിവരാമനോട് പറയും പോലെയാണ് പറയുന്നത്. കാരണം ശിവരാമ, എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്കും ഭാരതിക്കും സുഖം തന്നെയല്ലേ, നിൻ്റെ കാലുവേദനയൊക്കെ എങ്ങനെയുണ്ട്, എടോ നമ്മൾ തോട്ടത്തിൻ്റെ പൈസ മുഴുവൻ കൊടുത്തല്ലോ. അല്ല, ഇതൊക്കെ ഇപ്പം എന്തിനാപ്പം ഞാൻ നിന്നോട് പറയുന്നത്, നീയല്ലേ ഇപ്പോൾ ആ കാശ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവല്ലേ, അങ്ങോട്ട് നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഓണത്തിന് വരുന്നുണ്ട്, ഓണത്തിന് വരുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ടം രജിസ്റ്റർ ചെയ്യാം. പിന്നെ എൻ്റെ പേർക്കല്ല, എൻ്റെ പേർക്ക് മാത്രമല്ല രജിസ്റ്റർ ചെയ്യണത്, നിൻ്റെ പേർക്കും കൂടെയാണ് എന്നൊക്കെ പറയും. വീടിങ്ങനെ കണ്ണൂരിട്ട് അന്തം വിട്ട് കേൾക്കണത്. അപ്പോൾ പറയും, അതിൽ എൻ്റെ സ്ഥലത്ത് തന്നെ നീയും വേണം, അതുകൊണ്ട് നിനക്ക് ഞാനൊരു 10 സെൻറ്റ് സ്ഥലം അതിൽ ഇഷ്ടദാനം തരുന്നുണ്ട്, അത് നിൻ്റെ പേർക്ക് അപ്പം തന്നെ അത് രജിസ്റ്റർ ചെയ്ത് തരാം. പിന്നെ നിനക്ക് അല്ലെങ്കിലോ കാലിന് വയ്യാത്തതല്ലേ, ആ കാലിന് വയ്യാത്തതുകൊണ്ട് നിനക്ക് മാസം 15,000 ഉറുപ്പ്യ ഞാൻ ജയബാലന് അയക്കുന്നുണ്ട്, അത് ചോദിച്ച് വാങ്ങിക്കോണം. പൈസയൊന്നും വേറെ ആർക്കും കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് ജയബാലൻ, അറിയാലോ. അപ്പോൾ എൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ വരുമ്പോൾ ചോദിക്കലുണ്ട്. അപ്പോൾ മറക്കുക എന്ന് അവൻ പറയലേക്ക് തരലില്ല എൻ്റെ നമ്പർ, ഇനി വരുമ്പോഴേക്ക് നിൻ്റെ നമ്പർ നീ തരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണ മെസ്സേജ് കേൾക്കുകയാണ്. അപ്പോൾ ഈ മാസം 15,000 ഉറുപ്പ്യ ഈ മനുഷ്യൻ അരവിന്ദൻ ഇയാളെ പേർക്ക് അയച്ചിരുന്നു ജയബാലിൻ്റെ അക്കൗണ്ടിലേക്ക്. അതൊന്നും 1 ഉറുപ്പ്യ പോലും ഈ മനുഷ്യന് ശിവരാമൻ ഇയാൾ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് കണ്ട് കേൾക്കുമ്പോഴാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും, അത് കഴിഞ്ഞ് നമ്മളെ നിങ്ങൾ സേവിച്ചോ, നിങ്ങളുടെ പിന്നെ ജയബാലിനെ നിങ്ങൾ സേവിച്ചോ, ഇത് എൻ്റെ അച്ഛൻ അയച്ച പിന്നെ മെസ്സേജാണ് നിങ്ങൾക്ക് അയച്ചത്, ജയബാലിൻ്റെ പിന്നെ ഫോണിലേക്ക് അയച്ച മെസ്സേജാണ്, ഇത് നിങ്ങൾ കേട്ടോന്ന് നോക്കുമ്പോൾ, ഇല്ല നിൽക്ക് കുഞ്ഞ്, ഞാൻ സത്യം പറയാം, അവിടെ നിൽക്ക്, ഇത്രയും നന്ദി കെട്ടവനാണെന്ന് എനിക്കറിയാമായിരുന്നു അവൻ ഇത്രയും നന്ദി കെട്ടവനാണ്. പക്ഷേ അവൻ എൻ്റെ പിച്ചപാത്രത്തിലും കൂടെ കൈയിട്ട് വാരിയ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കാലിന് തീരെ വയ്യാതെ അരവിന്ദൻ സാറിന് നന്നായിട്ട് അറിയായിരുന്നു. മാസം അരവിന്ദ് സാറും എനിക്ക് വേണ്ടി 15,000 ഉറുപ്പ്യ അയച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് മോളെ. അത് മുഴുവൻ അതും കൂടെ അവൻ കൈയിട്ട് വാരി തിന്നു. ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ചാൽ ഒരു 1,000 2,000 1,000 2,000 ജയബാലൻ തരുള്ളൂ. അത് ജയബാലൻ തരും പോലെയാണ് എനിക്ക് തന്നിരുന്നത്, ജയബാലൻ്റെ കാശ് തരും പോലെയായിരുന്നു തന്നിരുന്നത്, അല്ലാണ്ട് അരവിന്ദൻ സാർ അയച്ച കാശ് തരുന്ന പോലെ ആയിരുന്നില്ല. ഇത്രയും ദുഷ്ടനാണെന്നറിയാം അവൻ. പക്ഷേ ആ നല്ലൊരു മനുഷ്യനെ കൊന്നു കളഞ്ഞല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ കൊന്നു കളയുമെന്ന് വയ്ക്കുകയാണ് നമ്മളെ എന്താണ് ഈ കുട്ടി കാവേരി. പറയും, അരവിന്ദൻ സാറിനെ കൊന്നതാ, ജയബാലൻ കൊന്നതാ എന്ന് പറയും. കൊല്ല് എന്ന് വയ്ക്കുമ്പോൾ അത് അയാൾ ഉത്തരം പറയേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ മുന്നിൽ അയാൾ ഉത്തരം പറയേണ്ടി വരും. കാരണം ജയബാലൻ അരവിന്ദന്. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ തോട്ടത്തിൻ്റെ, അതായത് മോളെ കല്യാണം ഗംഗയുടെ നിശ്ചയത്തിൻ്റെ തലേന്ന് അരവിന്ദ സാർ ഇവിടെ വന്ന സമയത്ത് ഈ തോട്ടം എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു സീൻ. അപ്പോൾ പറയും, അത് അരവിന്ദ അതിലൊരു പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ് ഇയാൾ. അപ്പോൾ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അരവിന്ദ. അപ്പോൾ പറയാം, അല്ല നമ്മൾ ഈ പൈസ കൊടുത്തിരുന്ന അയാളില്ലേ, അയാളിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെൻറ്റിലേറ്ററിൽ കിടക്കുക, അങ്ങോട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കില്ല, നമ്മളെ പൈസ പോയ പോലെയാണെന്നാണ് പറയുന്നത്. കാരണം 1 രൂപ അല്ലാണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ നെഞ്ച് പൊട്ടി വീഴുകയാണ്. കാരണം അങ്ങനെ പാതി മനസ്സോടു കൂടി തളർന്നു പോയതാണ് ആ മനുഷ്യനെ കൊന്നതാണ്. എന്നിട്ടാണ് അയാളുടെ ഒരു അഭിനയം എന്ന് പറയാൻ. വിടില്ല ഞാൻ, എൻ്റെ അച്ഛനെ കൊന്നവനെ ഞാൻ എന്തായാലും വിടില്ല എന്ന് പറയാണ് നമ്മുടെ കാവേരി. അവളവിടെ ഇരുന്ന് അച്ഛോന്ന് വിളിച്ച് കരയാണ് കേട്ടോ. കാരണം അയാളെ ചതിച്ചതാണ്, ജയബാലൻ ചതിച്ചതെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്, ജയബാലൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ചതിച്ചതാണ്. അതിന് തെളിവാണ് വേണ്ടത്. തെളിവാണിപ്പോൾ ഈ ഫോണിലില്ല. അങ്ങനെ ഇപ്പോൾ വാട്സപ്പിലാകുമ്പോൾ കുറേ അയച്ചിട്ടുണ്ടാവുമല്ലോ മെസ്സേജ്. അപ്പോൾ കാരണം അതാണ് ഇപ്പോൾ ആകെപ്പാടെ ഇവൾ ഈ ജയബാലിനെ പൂട്ടാനുള്ളൊരു ആയുധമായിട്ട് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ശിവരാമൻ പറയുകയാണ്, മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണം, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, എന്നെ കൊന്നു കളയും, സാറിനെ കൊന്ന പോലെ, അരവിന്ദൻ സാറിനെ കൊന്ന പോലെ ആ ദുഷ്ടൻ എന്നെയും കൊല്ലുമായിരിക്കും, കൊല്ലട്ടെ, അതുവരെ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെ കൂടെ നിൽക്കുള്ളൂ. അരവിന്ദൻ സാറ് നല്ലൊരു മനുഷ്യരായിരുന്നു, ആ പാവ മനുഷ്യനെയാണ് ഇവൻ കൊന്നു കളഞ്ഞത് എന്ന് ദുഷ്ടൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിൽ പറയും, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അങ്ങനെ വാക്ക് കൊടുക്കുകയാണ് കാവേരിക്ക് ഇയാൾ
എന്തായത് ശിവരാമൻ. കാരണം ഈ വോയിസ് കേട്ടതോടുകൂടി ശിവരാമൻ പാടെ മാറുക. അതുവരെ അരവിന്ദനെ അത് ഇയാൾ ജയപാലിനെ പേടിച്ചിട്ടാണ് ഇവരുടെ കൂടെ നിൽക്കാത്തത്. പക്ഷേ അരവിന്ദൻ ഇയാൾക്ക് എല്ലാ മാസവും 15,000 രൂപ അയച്ചിരുന്നു, അതും ജയപാലിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ആ മനുഷ്യൻ്റെ ആ വലിയ മനസ്സ് ഇയാൾ മനസ്സിലാക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഫോൺ നമ്പർ ചോദിച്ചാൽ അയാളിട്ട് കൊടുക്കൂല. ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ മറന്നു എന്ന് പറയുകയാണ്, നുണ പറയുന്നുണ്ട്. അതും കൂടി ഇയാൾ ഇല്ലാണ്ടാക്കിയതാണ് ഈ ജയപാലൻ കേട്ടോ. അങ്ങനെ അവിടുന്ന് ഈ പോരുകയാണ്. ഇയാൾക്ക് മനസ്സിലായി, കാരണം ഇയാൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക, കാവേരിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ വീട്ടിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗംഗ ചോറുമായിട്ട് വരും. അപ്പോൾ നീളം ഇങ്ങനെ നമ്മളെ ശാരദയുടെ മേത്തേക്ക് ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ വന്നിട്ട് വാ മോളെ നമുക്ക് ചോറുണ്ടാന്ന് പറയുക. പറഞ്ഞ് എനിക്ക് വേണ്ട ഗംഗേച്ചി പറയും. അത് പറ്റില്ല, ചോറുണ്ണണം എന്ന് പറയും. അങ്ങനെ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. ചോറ് വാരി കൊടുക്കുന്ന സമയത്ത് ചോദിക്കും ഗംഗേച്ചി എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഗംഗേച്ചി എന്ന് ചോദിക്കാൻ. അപ്പോൾ പറയും മോൾക്കൊരു അസുഖമില്ല. ആരാ പറഞ്ഞാൽ മോൾക്ക് അസുഖം എന്നാണ്. പിന്നെ എന്തിനാ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? അതൊരു കുഞ്ഞു സൂക്കേടല്ലേ, ഒരു ഉറുമ്പുകാലിൻ്റെ അത്ര പോകുന്നൊരു അസുഖമാണ്, അത് മാറിക്കഴിഞ്ഞാൽ മോൾക്ക് ഇനി സ്കൂളിൽ പോകാമല്ലോ, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് മോൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നറിയും. അപ്പോൾ പിന്നെയും ഭക്ഷണം നോക്കുമ്പോൾ എനിക്ക് മതി ഗംഗേച്ചി, കഴിക്കാൻ തോന്നുന്നില്ല, വായിക്ക് ഒരു രുചിയും തോന്നുന്നില്ല എന്നറിയാം. അപ്പോൾ നിള അങ്ങനെ ശാരദയുടെ ദേഹത്തേക്ക് ഇങ്ങനെ ചാരി കിടക്കുക. പറയും അതൊന്നും സാരില്ല മോൾ, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി ഭക്ഷണം കഴിക്കണം കേട്ടോ, തീരെ കഴിക്കാണ്ടായി കഴിഞ്ഞാൽ മോൾ വല്ലാണ്ട് ക്ഷീണിച്ച് പോവും, അതുകൊണ്ട് ഇത്തിരിയും കൂടി ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ വാ നമുക്ക് അകത്ത് പോയിരുന്നിട്ട് കളിക്കാം, ഇവിടെ ഇരുന്ന് വളരെ ശോകമായി പോകും, കണ്ടിട്ടോ രണ്ടാളും ഇരിക്കുന്നുണ്ടില്ലേ, മോള് ആകെ ശോകമായിട്ട് പോകും, നീ വാ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് പറയുമ്പോൾ അവളിങ്ങനെ സന്തോഷമായിട്ട് ഗംഗയുടെ പിറകെ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശാരദയും പിന്നെ അച്ചമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും കണ്ടോ അമ്മ, ഞാൻ എന്താ പറയുക എൻ്റെ മോളോട്, എൻ്റെ മോളെ ഞാൻ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ വീട് പണയം വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വിനീതിനോട് സംസാരിക്കുന്നുണ്ട് ഈ വീട് പണയം വെക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ പറയും നമുക്കത് തിരിച്ചടവിനെ കുറിച്ചാണ് അവർ അന്വേഷിക്കുന്നത്, തിരിച്ചടയ്ക്കാൻ നമുക്ക് പൈസ വേണ്ട, അതിന് അതും ചില ബാങ്കുകാർ അന്വേഷിക്കുമെന്ന് പറയും. അപ്പോൾ വിനീത് പറയും നമുക്ക് വീട് പണയം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൈഡുകാരുടെ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷേ അടവ് കറക്റ്റായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിനീത് കേട്ടോ. അതിന് ശേഷം പറയും ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാമ്മ, നമുക്കിപ്പോൾ കാവേരി പറയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് തന്നെ പോവേണ്ടി വരും, കാരണം അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അവിടെയാണ് മോൾക്ക്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി നമ്മൾ കാണണമല്ലോ, ഇവിടെ നിന്നിട്ടിപ്പോൾ എന്താ അമ്മ, നമ്മളുടെ വീടിൻ്റെ വെളിച്ചം പോയില്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ പറയും ഈ വീടിൻ്റെ വെളിച്ചം അരവിന്ദേട്ടനായിരുന്നു, ഈ അരവിന്ദേട്ടൻ പോയതോടുകൂടി ഈ വെളിച്ചം പിന്നെ പോയില്ലേ അമ്മേ, നമ്മളിപ്പോൾ ഇരുട്ടത്ത് നടക്കും പോലെയല്ലേ, നമ്മൾ നടന്ന് വല്ല തൂണിൻ്റെ മുകളിലും തട്ടി നമ്മൾ വീഴും, അപ്പോൾ വീണ് നമ്മളെ കുറ്റമാണോ? അല്ല, തൂണിൻ്റെ കുറ്റമാണോ? അതുമല്ല, അത് വെളിച്ചമില്ലാഞ്ഞിട്ടല്ലേ, നമുക്ക് നേർവഴി കാണിച്ചു തരാൻ ഒരു വെളിച്ചമല്ലല്ലോ നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയാലും നമുക്ക് എവിടെ വെളിച്ചമുള്ളത്, വെളിച്ചമല്ലല്ലോ, എല്ലാം ഇരുട്ടല്ലേ, നമ്മളെന്താ ചെയ്യുക അമ്മ എന്നൊക്കെ പറയാം. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കും മോളെ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണാതിരിക്കില്ല, അല്ലാണ്ട് പിന്നെ എന്താണ് ഈ ജയപാലൻ തന്നെയാണ് നമുക്ക് ഈ ഗതി വരുത്തിയത്, അവൻ ഒരുത്തനാണ്, അവന് ഒരു നാളിലും ഗുണം പഠിക്കില്ല എന്നറിയാം. അപ്പോൾ ഇല്ല അമ്മ, അവൻ നശിച്ചു പോവും, നമുക്കത് കാണേണ്ടി വരും, നമ്മുടെ മുന്നിൽ തന്നെ അവൻ്റെ നാശം നമ്മൾ കാണേണ്ടി വരും എന്നറിയാം. അപ്പോൾ പറയും അമ്മ പറയും ഇത്രയും പ്രായമായില്ലേ മോളെ എനിക്ക്, ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ഉണ്ടാവും അവൻ്റെ നാശം കാണാൻ വേണ്ടിയിട്ട്, എത്ര കാലം ജീവിക്കും എന്നറിയും. പറയും അധികം വൈകാതെ സംഭവിക്കും അമ്മ, അവനുള്ളത് കിട്ടും, നമ്മളെ പാവം അരവിന്ദേട്ടനെ ചതിച്ചതല്ലേ അവനത് കിട്ടും, അത് കിട്ടാതെ അവൻ എവിടെയും പോവില്ല, അവൻ ഇപ്പോൾ ആത്മഹത്യക്കട്ടെ അറിയാം. അപ്പോൾ രാധമ്മ പറയും കണ്ടില്ലേ അവനെ വെച്ചടി കയറ്റാ, കണ്ടില്ല കയറി പോണത് കണ്ടില്ലേ, അറിയുമ്പോൾ നീ കണ്ടോ, അത് അങ്ങോട്ട് നശിച്ച് പോവുള്ളൂ, അവൻ നശിച്ച് നാറാണക്കല്ല് പിടിക്കും അവൻ, അത് നമുക്ക് കാണാമെന്നൊക്കെ ഇങ്ങനെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിളയുടെ അസുഖം അവിടുന്ന് മാറുന്ന കാര്യം എല്ലാം കൂടെ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഈ പുഴയും കടന്നെന്ന് പറഞ്ഞ സീരിയലിൻ്റെ കഥ വരുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടതാണ്. നാളത്തേൽ നമ്മുടെ കാവേരി ഒരു പോക്ക് പോകുന്നുണ്ട് ജയപാലിൻ്റെ വീട്ടിലേക്ക്, ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരി പോകുന്നത്. അപ്പോൾ അങ്ങടാണ് ചെല്ലുന്നത്, വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണൊക്കെ ഉണ്ട്, എവിടെ എന്തോ അറിയില്ല. എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് കാണുക ഈ പുഴയും കടന്ന സീരിയൽ, നല്ല കഥയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.